ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു മായാസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് ദാൽ കറിയാണ് ഉണ്ടാക്കുന്നത്. മലയാളികൾക്ക് ചോറിൻ്റെ കൂടെ ദാൽ കഴിച്ച് ശീലമില്ലല്ലോ. തേങ്ങ അരച്ചുള്ള കറികളാണ് നമ്മൾക്കൊക്കെ ഇഷ്ടം. ചപ്പാത്തിയുടെ കൂടെ വല്ലപ്പോഴുമേ ദാൽ ഉണ്ടാക്കാറുണ്ട്. ആ ശീലം ഒന്ന് മാറ്റി പിടിക്കണ്ടേ? എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. തുമരയുടെ ദാൽ അഥവാ പരിപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അരമണിക്കൂറോളം സോക്ക് ചെയ്ത് വെച്ചിരുന്ന ദാലിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും മഞ്ഞളും 2 പച്ചമുളകും കീറിയിട്ട് കുക്ക് ചെയ്യാനായി വെക്കുക. കാന്താരിമുളകായതുകൊണ്ട് 4 എണ്ണം ചേർക്കുന്നുണ്ട്. പച്ചമുളകിലും എരിവ് ഒരുപടി മുന്നിലാണ് കാന്താരിക്ക്. പ്രഷർ കുക്കറിൽ ദാൽ വേവിച്ചെടുക്കുക. ദാൽ തടുക്ക ഉണ്ടാക്കുവാനായി അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത് ചേർക്കുവാനായുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഒരു വലിയ സവാള കട്ട് ചെയ്തത്, 2 മീഡിയം തക്കാളി കട്ട് ചെയ്തത്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇവ എടുക്കുക. ചൂടായ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. 1/2 ടീസ്പൂൺ ജീരകവും ചേർക്കുക. ജീരകം മൂത്ത് വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കുക. ഉള്ളിയും ടൊമാറ്റോസും ഒക്കെ ചെറുതായി കട്ട് ചെയ്യുക. ഒനിയൻ ഫ്രൈ ആകുമ്പോൾ ജിഞ്ചർ ഗാർലിക് ചേർക്കുക. അവയുടെ മണം മാറുന്നതുവരെ ഫ്രൈ ചെയ്തിട്ട് തക്കാളി കട്ട് ചെയ്തത് ചേർക്കുക. ഇനി മസാലകൾ ഓരോന്നായി ആഡ് ചെയ്യാം. ആദ്യം 1/2 ടീസ്പൂൺ ഉപ്പും അല്പം മഞ്ഞളും ചേർക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി, അല്പം ഫ്രഷ് കോറിയാണ്ടർ ലീവ്സ്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇവ ചേർത്തിളക്കുക. പച്ചമുളക് ചേർക്കുന്നത് കൊണ്ട് കുറച്ച് മുളക് പൊടി ചേർത്താൽ മതിയാകും. മല്ലിയിലയുടെയും മസാലയുടെയും ഒക്കെ നല്ല മണം വന്നു തുടങ്ങിയിട്ടുണ്ട്. വഴറ്റിയ ഈ മസാലയിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ദാൽ ചേർത്തിളക്കുക. കുറച്ചുകൂടി വെള്ളമൊഴിച്ച് കൺസിസ്റ്റൻസി പാകപ്പെടുത്തി 5 മിനിറ്റ് കുക്ക് ചെയ്യുക. ദാൽ വെന്ത് കുഴയേണ്ട കാര്യമില്ല. ഇങ്ങനെ സെപ്പറേറ്റ് ഗ്രെയിൻസ് ആയി കിടക്കുന്നതാണ് നല്ലത്. ദാൽ കുക്കായിട്ടുണ്ട്. മല്ലിയില ചേർത്ത് ഗാർണിഷ് ചെയ്യാം. എത്ര പെട്ടെന്ന് പണി കഴിഞ്ഞു അല്ലേ? ചപ്പാത്തിയുടെ കൂടെ മാത്രമല്ല, ചോറിൻ്റെ കൂടെ ഇനി ദാൽ ഉണ്ടാക്കി തുടങ്ങാം. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും ചെയ്യുക. കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക.